കൊഴുവ മീൻ കിട്ടിയപ്പം മീൻ പീര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മീൻ ക്ലീൻ ചെയ്ത് വെച്ചു. ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, പച്ചമുളക് കീറിയത്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് തേങ്ങ ചിരകിയതും, കുറച്ച് ഉലുവയും, പിന്നെ കറിവേപ്പില. അതിൻ്റെ കൂടെ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ആട്ടോ, ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചു. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിൻ്റെ കൂടെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയും കൂടി എടുത്തു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഉണ്ടായിരുന്നല്ലോ, ആ ഉലുവയും കൂടി ഇട്ടു. പിന്നെ പച്ചമുളക് കീറി വെച്ചത് എല്ലാം ഇട്ടില്ല, 2-3 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാട്ടോ മിക്സിയിലേക്ക് ഇട്ടേ. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി നന്നാക്കിയത്, ഇഞ്ചി, അതുപോലെ ചെറിയ ഉള്ളിയും ഫുൾ എടുത്തില്ല, അതിൻ്റെ പകുതി ചെറിയ ഉള്ളിയും ഇട്ടു. പകുതി ഉള്ളി നമ്മൾ കട്ട് ചെയ്തത് മാറ്റി വെച്ചു കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് മാറ്റി വെച്ചു. അപ്പം മിക്സാക്കാൻ ഇത്രയും സാധനങ്ങൾ വേണം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മീൻപീരയ്ക്ക് ആവശ്യമുള്ള കളർ കിട്ടാനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ആ തേങ്ങയ്ക്കും മിക്സിനൊക്കെ ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുടംപുളി വെള്ളത്തിൽ ഓൾറെഡി ഉപ്പിട്ടേക്കുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പിടണ്ട കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ അത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒരുപാട് അരച്ചെടുക്കണ്ട കേട്ടോ. മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കൊഴുവയും ഇട്ട്, തീ കത്തിച്ചിട്ടില്ല കേട്ടോ, ആ മിക്സും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേർന്ന പച്ചമുളക് കീറിയതുണ്ടല്ലോ, ആ പച്ചമുളക് കീറിയതും ഇട്ടു. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും ഇട്ടു. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയിൽ കുറച്ച് മാറ്റി വെച്ചായിരുന്നു, അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത്. അടുത്തത് നമ്മൾ ചേർത്തത് ഒരു അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചേർന്ന കുടംപുളിയാട്ടോ, പുളിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ കുടംപുളിയും കൂടെ ചേർത്തു. ചിലർ കുടംപുളിക്ക് പകരം മാങ്ങ ഇട്ടിട്ടും മീൻപീര ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടം കുടംപുളി ഇട്ട് ഉണ്ടാക്കണതാട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതുകളെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി ആ മീനിൽ യോജിപ്പിച്ചെടുത്തു. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാട്ടോ ഇത് കുക്ക് ചെയ്തേ. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചായിരുന്നു. നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത മസാല ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നത് ആ വെള്ളം കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഓൾറെഡി കുടംപുളിയിലും തേങ്ങയിലൊക്കെ ഉപ്പിട്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഒന്നും കൂടെ കുറച്ചുകൂടെ ഉപ്പിട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെച്ചു കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് ചട്ടി എടുത്ത് വെച്ചു. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ, കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. അപ്പോൾ ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പതിയെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. അടച്ചു വെച്ചപ്പോൾ തന്നെ മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മീൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് തുറന്നു വെച്ചിട്ട് ആ വെള്ളം പറ്റിച്ചെടുക്കുക. വെള്ളമെല്ലാം നല്ലപോലെ പറ്റിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതങ്ങ് അടച്ച് വെച്ചേക്കാം. എന്നിട്ട് സ്റ്റൗ അങ്ങ് ഓഫാക്കിയേക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നേരത്ത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേറെ ഒരു കറിയും വേണ്ടായിരുന്നു.